4K ആയതുകൊണ്ടാണ് ഫുള്ളാവണം. ഓണാക്കിയാ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കലാണ് പണി സ്റ്റാർട്ട് ചെയ്ത് വ്ളോഗ് തുടങ്ങുന്നത് കേട്ടോ. ഇന്നെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കുറച്ച് പണികളുണ്ട്. അതിന് മുമ്പായിട്ട് നല്ലൊരു സംഭവം നടന്നു. ആകെ മനസ്സിന് ഒരു ടെൻഷനായി. അതെന്താണെന്നുള്ളത് പറയാം. അതിന് മുമ്പ് നമുക്ക് കോഴികൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. കോഴീൻ്റെ ഞാൻ പറഞ്ഞില്ല, ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന്. ഇപ്പോൾ നോക്കിക്കോ ഈ കോഴീൻ്റെ ഓവർ ആക്ടിങ് സ്കില്ല് നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാനെന്തോ കുറേ കാലം പട്ടിണി കിട്ട പോലെ നേരത്തിന് കിട്ടാനുള്ളത് കൊടുക്കുന്നുണ്ട്, ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ട്. എന്നാലും കണ്ട പട്ടിണി കിട്ട പോലെ ചാടുന്നത് എന്തൊരു നാറ്റാണ് കുറച്ചനെ. ഓവർ ആക്ടിങ് വേണ്ട കേട്ടോ, പാകത്തിന് മതി. അല്ലാന്നുണ്ടെങ്കിൽ നാണം കെടും. കാണാനുള്ളവരെ ഡെയിലി കാണുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ ഓവർ ആക്ഷൻ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്നൊക്കെ. ആക്ടിങ് ഒക്കെ നല്ലതാണ്, എനിക്കറിയാം നിനക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളത്. പക്ഷെ ഓവറാവരുത്. ഓക്കെ, ക്ഷമിക്കുന്നവരുടെ ഒരുപാട് ക്ഷമിക്കുന്ന പെണ്ണുങ്ങളെ സൂക്ഷിക്കണം എന്നാണ്. എൻ്റെ ക്ഷമ നശിപ്പിക്കരുത്. ഓക്കെ, ശരി, നമുക്ക് പോയിട്ട് അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. കൈ വാഷ് ചെയ്തിട്ട് വരാം. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴീനൊക്കെ തൊട്ടാൽ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വരാം. സംഭവം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലച്ചീര ഉണ്ട്. അപ്പോൾ അത് റാനക്കുട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, ഇതെന്തിനാ അങ്ങനെ സാധാ പോലെ ഉണ്ടാക്കുന്നത്, പാലക് പനീർ ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ശരിക്കും അവിടെ നിന്ന് വന്നതാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ പാലക് റൈസ് ഇല്ലേ, അതും സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഗ്രീൻ കളറിലുള്ള റൈസ് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് വീഡിയോസ് നോക്കിയാൽ മതി. നമ്മളൊരുപാട് അങ്ങനത്തെ റൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊന്നും വയ്യാത്തതുകൊണ്ടാണ്, കണ്ടില്ലേ ഞാനിങ്ങനെ ശോഷിച്ച് ഒന്നുമില്ലാണ്ടായിരിക്കുന്നത്. ഒന്നിനും വയ്യ. അപ്പോൾ ഇപ്പോൾ മാക്സിമം എല്ലാറ്റും ഒന്നും ഒഴിഞ്ഞു മാറി സമാധാന ലൈഫ് തേടി പോകാനുള്ള ഒരു ആഗ്രഹമാണിപ്പോൾ. ഒരുപാട് ഇതിലൊക്കെ ഇങ്ങനെ ഇൻവോൾവായി ഒന്നും ചെയ്യാനൊന്നും വയ്യ. അവസാനം നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി ആരും വന്നിട്ട് കപ്പൊന്നും തരാൻ പോണില്ല. നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൂ. മക്കൾക്ക് എന്തൊരു ഇതാണെന്നറിയോ, ഇപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. എൻ്റെ മക്കൾ ഓൾവേസ് എന്നെ വെറുതെ വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെയാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ലൊരു സംഭവം ഉണ്ടായേ. സീരിയസ്ലി എന്നെ ഒരു നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയി എന്ന് തോന്നിയത്. അല്ല, നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം രാവിലെ രണ്ടാമത്തെ ആങ്ങളെ വന്ന് എന്നെ ഇവിടെ നിന്ന് എന്നെയും മക്കളെയും വിളിച്ചിട്ട് പോയി അവരുടെ കൂടെ. അങ്ങനെ പരിപാടി കഴിഞ്ഞു. റാൻകുട്ടി ഉണ്ടായിരുന്നില്ല, റാൻകുട്ടി പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. +2ൻ്റെ എക്സാമാണ്. അപ്പോൾ അവളെ കൂടുതൽ ടെൻഷനൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കൽ. പക്ഷെ ആവശ്യത്തിന് കൂടുതൽ പാവം അനുഭവിക്കുന്നുണ്ട്. അപ്പല്ലേ പിന്നെ റിസപ്ഷനായിരുന്നു. ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഞങ്ങൾ ഓട്ടോയിലാണ് അമ്മ, ഞാൻ, നാത്തൂന് എല്ലാവരും മണ്ഡപത്തിലേക്ക് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്നെ കൊണ്ടുവിടാൻ ആരുമില്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഓട്ടോ പിടിക്കാൻ നോക്കിയപ്പോൾ ഓട്ടോ കിട്ടണില്ല പറഞ്ഞിട്ട് ഹയാൻ വന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കുട്ടികളെയും പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ, ഹയാൻ്റെ കയ്യിൽ ചുച്ചുകുട്ടിയും, എൻ്റെ കയ്യിൽ ഈ കയ്യിൽ ഇച്ചു ബേബി, ഈ കയ്യിൽ ഹെയ്സു, തോളിൽ ബാഗ്. ഞാൻ റോട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ ചിന്തകളൊക്കെ ഉണ്ട് മനസ്സിലെ. അങ്ങനെ 2-3 ഓട്ടോ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്തു. പക്ഷേ ഒന്നും നിർത്തുന്നില്ല. അവസാനം കുറച്ചപ്പുറത്ത് KSRTC അതുവരെ നടക്കാം, അപ്പോഴേക്കും ഓട്ടോ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് നല്ല ടെൻഷനുണ്ട് കുട്ടികളെയും വെച്ച് നടക്കുമ്പോൾ. കാരണം ചെറിയ കുട്ടികളല്ലേ, റോഡ് സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഞാനിങ്ങനെ അപ്പോഴേക്കും ഒരു ഓട്ടോ കിട്ടി, കൈ കാണിച്ചു. ഓട്ടോ ഓപ്പോസിറ്റ് റോട്ടിലാണ് നിൽക്കുന്നത്.
ആ ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അറിയുന്നില്ല. ബാഗ് ഹേസു, ഇപ്പുറത്തെ കയ്യിൽ ചുച്ചു. ഒരു സെക്കൻഡ് ചുച്ചു എൻ്റെ കൈ കുടഞ്ഞിട്ട് റോട്ടിലേക്ക് ഓടിയിരിക്കുക. ഞാൻ ഇവനോ വിടുവോ ഈ കുട്ടീനെ എങ്ങനെ പിടിക്കും? ഞാൻ റോട്ടിലേക്ക് വീണിട്ടുണ്ടാവും. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ത് പറയണമെന്ന് അറിയില്ല. എൻ്റെ വയറൊക്കെ ഇങ്ങോട്ട് കാളി. ഞാൻ എങ്ങനെ അവളെ ഇത്രയും സ്പീഡിൽ ഇങ്ങോട്ട് വലിച്ചെടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. വണ്ടി നന്നായിട്ട് പാസ് ചെയ്യണ്ടായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഒരുപാട് പേരുടെ ദുആയും റബ്ബിൻ്റെ കാവലുള്ളതുകൊണ്ട് മാത്രം ഇന്നലെ വലിയ അപകടമൊന്നും സംഭവിക്കാതിരുന്നത്. നമ്മൾ ചെറിയ കുട്ടികളുള്ളവർ റോട്ടിലേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഞാനത് ഇന്നലെ ശരിക്കും ഞാനത് അനുഭവിച്ചു. വീട്ടിലേക്ക് വന്നിട്ടും എനിക്ക് അതിൻ്റെ ഒരു ഷോക്കിങ് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കോഴിക്കോട് ഒരു കുട്ടീൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് ഈ കുട്ടി ഓട്ടോ ഇറങ്ങിയതും, ഓട്ടോയിൽ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ടാവുമായിരിക്കും, ആരൊക്കെ ഉണ്ടാവും കുട്ടീൻ്റെ, പക്ഷേ ഈ കുട്ടി ഇറങ്ങി നേരെ റോട്ടിലേക്ക് ഓടി. ഒരു ബസ് വന്ന് ബസ്സുകാരെ കൺട്രോളിൽ മാത്രം കുട്ടി ജീവൻ രക്ഷപ്പെട്ടു. ടയറിൻ്റെ അതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുക. അത് കണ്ടിട്ട് ഈ കാര്യം അറിയുന്നവർ എനിക്ക് അയച്ചെന്ന് കുട്ടീൻ്റെ ഓർമ്മ വന്നത് ഇച്ചു ബേബീൻ്റെ. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെട്ട് എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുക. ഞാൻ വെറുതെ എൻ്റെ മക്കളെ വെച്ച് കളിച്ചാൽ വിവരം അറിയും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ സാധാ പാലക്ക് ഇതായിട്ടല്ല ഉണ്ടാക്കുന്നത്, എപ്പോഴും ഉണ്ടാക്കണ പോലെയല്ല ഉണ്ടാക്കുന്നത്. നോർമലായിട്ട് മുട്ട ഇട്ടിട്ട് ഇതാക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഗാർലിക്, സാധനങ്ങളുടെ പേര് പോലും ഓർമ്മയില്ല, വെളുത്തുള്ളി ചെറിയുള്ളിയും വേണം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഉണക്കിയ അപ്പം നമ്മുടെ അവിടുത്തെ ചോറ് വെള്ള കളറാകുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്തരിയാണ് എന്നുള്ളത്. ഇത് പൊന്നിയരിയാണ് കേട്ടോ, സോണ മസൂരി എന്ന് പറയും. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, നമുക്ക് പെട്ടെന്ന് വേകും. ഞാനിങ്ങനെ വണ്ണുള്ള അരി ഞങ്ങൾ ചെറുതുനിന്ന് കഴിക്കലില്ല, ഇങ്ങനത്തെ അരിയാണ് യൂസ് ചെയ്യല് എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഫാമിലി ബിൽഡ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ പൊന്നിയരി തന്നെയാണ് വാങ്ങുന്നത് കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്, അതുകൊണ്ട് കുറച്ച് റോഷൻ കൂടും. ഉപ്പിടാതെ കഴിക്കുന്നവർക്ക് റോഷൻ ഇല്ല എന്നല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഒരു ചൊല്ലാണ്, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായി നമുക്ക് ക്ഷമയും കൂടുതലായിരിക്കും. പിന്നെ ഉള്ള പോലെ ആയിരിക്കും നമ്മൾ പറയുന്നത്, നമുക്ക് ആക്ട് ചെയ്യാനൊന്നും അറിയില്ല. പാവം നിഷ്കുവാണ് ഞങ്ങൾ, നിഷ്കു. നമുക്ക് പോവാം. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ആ സൈഡൊന്നും ഇങ്ങനെ തേച്ച് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വുഡൻ ഈ സംഭവങ്ങളൊക്കെ ഇതിൽ സൈഡിൽ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. ആ പണികളും ഉണ്ട്, പിന്നെ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് റനക്കുട്ടിയുടെ റൂമാണ്, ഇവിടെ ഓർഡർ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ അപ്പുറത്ത് റൂമിലാണ് പാക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ അനീഷ ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഇരുന്ന് നമ്മൾ ഓർഡർ എടുക്കും, പിന്നെ ഈ റൂമിൽ പാക്ക് ചെയ്യും. നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ലഞ്ച് ബോക്സ് ഇനിയിപ്പോൾ പുതിയത് ഞാൻ ഇറക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ സ്റ്റോക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഈ ഒരു മോഡലുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മോഡൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് മൈക്കോണാണല്ലേ. നമ്മൾ സ്കൂള് തുറക്കുന്ന ആ ഒരു സീസൺ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ വരുന്ന ഒരു സാധനമാണ്. നമുക്ക് സ്നാക്സും ഇതും കൊടുത്തു വിടണം ഒറ്റൊന്നിൽ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സാധനം ഓക്കെയാണ്. ഇത് പൊളിച്ചത് ഏതെങ്കിലും ഉണ്ടാ കൊടുത്താ അത് കാണിച്ചാൽ. ഇതിൽ യെല്ലോയും ഉണ്ട്, ഈ ഒരു ഗ്രീൻ കളറാണുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഓർഡർ കൊടുത്താൽ മതി. ഇത് നല്ല ക്വാളിറ്റി കുറച്ച് കൂടിയൊരു സാധനമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് സ്നാക്സ് വെക്കാൻ പറ്റും, ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും, ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റും. പിന്നെ ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. 304
ഇങ്ങനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ചോറ് കറികൾ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. ഇങ്ങനെ ഇത് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഈസി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു മോഡൽ മാത്രമല്ല, നമ്മുടെ കയ്യിൽ വേറെയും മോഡൽസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് മാത്രം കാണിച്ചു തരുന്നത്. ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടല്ലേ. പിന്നെ നമ്മുടെ ഇതിൽ 3 കമ്പാർട്ട്മെൻറ്റ്, 4 കമ്പാർട്ട്മെൻറ്റ്, 2 കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലാവുന്നത് ഈ ഒരു 4 കമ്പാർട്ട്മെൻറ്റും അതിൻ്റെ കൂടെ ഈ ഒരു കറി പോട്ടും കൂടെ വരുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് വലുതായിട്ട് ചില കുട്ടികൾക്ക് തോന്നാം. അങ്ങനെയുള്ളവർ 3 കമ്പാർട്ട്മെൻറ്റ് വാങ്ങാറുണ്ട്. പിന്നെ 2 ഉണ്ട്. അത്യാവശ്യം പ്രൈസ് കൂടുതലാക്കിയിട്ട് നിങ്ങൾക്ക് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 2 കമ്പാർട്ട്മെൻറ്റ് ഓക്കെ ആയിരിക്കും. പിന്നെ ചെറിയൊരു കറി പോട്ട് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് വെച്ചാലും മതിയാവും. ഇതിലേതാ 2 കമ്പാർട്ട്മെൻറ്റ്? ഇതാണ് നമ്മുടെ 2 കമ്പാർട്ട്മെൻറ്റ്. നല്ല സാധനമാണ് കേട്ടോ. ഒരു ഭംഗിയുള്ളൊരു ഗ്രീൻ കളറും ഈ ഒരു ക്ലോസ് ചെയ്യുന്ന സംഭവം യെല്ലോ കളറിലാണ് വരുന്നത്. ഇതിൽ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കറിയോ ഒന്നും ഇങ്ങോട്ട് പോവാതിരിക്കാൻ ഒരു സെപ്പറേഷൻ മൂടിയിലും വരുന്നുണ്ട്. അതുകൊണ്ട് ലീക്കാവില്ല. ചില ടിഫിൻ ബോക്സൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷഫിളായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ ഇതിൽ ഫുള്ളായിട്ട് ഒരു വാഷറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലീക്ക് പ്രൂഫാണ് കേട്ടോ. പിന്നെ നമ്മുടെ ജ്വല്ലറി ഇപ്പോൾ ഇവിടെ ഓർഡർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് വന്ന ഓർഡേഴ്സൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഗോഡൗണായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നല്ല സങ്കടമാണ്. കുറേ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ടൈൽസൊക്കെ കേട് വരുത്തുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മേലത്തെ ഈ ഒരു പോർഷൻ മാത്രം അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട വീട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ ടൈൽസിനൊക്കെ കേടുപാട് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം എൻ്റെ ലാസ്റ്റ് ഒരു ലോഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ബാലൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സെയില് നിർത്തി. ഇപ്പോൾ ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നൊരു 3 ഊഞ്ഞാലാണ്. ഇത് സെയിലൊന്നും ചെയ്യുന്നില്ല, ഞാൻ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കത്തികളുണ്ട്. ഇപ്പോഴും കുറേ സെയിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. നല്ല മൂർച്ചയാണ്, നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കത്തിയാണ്. ഇതിൽ തന്നെ നമുക്ക് വേറൊരു കളറും കൂടെ ഉണ്ട്. അതിനിപ്പോൾ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ഞാൻ അതൊക്കെ ഇനി കഴിഞ്ഞാലേ പുതിയ സ്റ്റോക്ക് എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ ബിസിനസ് തന്നെ നിർത്താനും ചാൻസ് ഉണ്ട് കേട്ടോ. ബിസിനസ് എന്നല്ല, എല്ലാം നിർത്തി സ്വസ്ഥം സമാധാനത്തോടെയുള്ള ജീവിതം കിട്ടണം എന്നൊരാഗ്രഹം. പിന്നെ എനിക്ക് ചില കമൻസ് കാണുമ്പോൾ നമ്മൾ പറ്റിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഏത് രീതിയിലാണ് ഞാൻ ആരെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത്. ഞാൻ ആരോടും നുണ പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ പലതും പറയാതിരിക്കുന്നുണ്ട്, പക്ഷെ നുണയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം പറ്റിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സ്വന്തം അധ്വാനിച്ച് തന്നെയാണ് ഇത്രയും കാലം ഞാനും എൻ്റെ മക്കളും ജീവിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ കുറച്ച് ഈ ഒരു സ്നാക്സ് ബോക്സ് കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാനത് കൊടുക്കില്ല, വേണ്ട കുട്ടികൾക്ക് അടുത്ത വർഷത്തേക്ക് സ്നാക്സ് ബോക്സ് ആക്കാം. ചിലപ്പോൾ ഇനി ഞാൻ എടുത്തില്ലെങ്കിലോ. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് ഡ്രസ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടാനായിട്ട് പോവാണ്. പ്രൈസ് കുറവാക്കി തന്നെ മൊത്തത്തിൽ എനിക്ക് ഇത് ഒഴിവാക്കണം എന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഇതിലൊരെണ്ണം ഞാൻ എടുക്കട്ടെ, കുറേ ദിവസമായി നോക്കി വെച്ചിരിക്കുക. 3XL ആണോ അനീഷ? ഇതില്ല, എല്ലില്ല, M ഒന്നുമില്ല. ഒരെണ്ണം എടുത്തിട്ട് ഷേപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ഇടുന്ന
എനിക്ക് ഷേപ്പ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഇടുന്ന ഒരാളും കൂടിയാണ് ആക്ച്വലി. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സും കൂടെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ശ്വാസം മുട്ടിയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ പേഞ്ചീർപ്പകൾ, അത് കഴിയാനായാ? അങ്ങനത്തെ ചെറിയ ചെറിയ സാധനമാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ പോവാം. അപ്പം ഞാൻ അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നുള്ളൂ. കുറച്ച് വലിയ ഫിനാൻഷ്യൽ ബാധ്യതകളുണ്ട്, അപ്പം അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടം. അതെനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല കളർ കോമ്പിനേഷനിൽ വരുന്ന ഇങ്ങനെ ഡബിൾ എന്താ പറയുന്നത്, എന്തോന്ന് അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. താഴെ ഒരു കമ്പാർട്ട്മെൻറ്റ്, അതിലൊരു സ്പൂണ് വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഇതുപോലെ ഇതിനും വാഷർ വരുന്നുണ്ട്, സോ ലീക്ക് ആവില്ല. ഓഫീസ് യൂസിനൊക്കെ ഹസ്ബൻഡ്സിനൊക്കെ കൊടുത്തു വിടാനും കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല. എല്ലാം ഞാൻ അനീഷനെ ഏൽപ്പിച്ചിട്ട് കാറ്റലോഗിൽ ഇട്ടിരിക്കുകയാണ്, അപ്പോൾ അവൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഓർഡർ, ബാംഗിൾസിൻ്റെ. ഇത് ലഞ്ച് ബോക്സാ തോന്നുന്നു അല്ലേ അമ്മേ? ഇത് അതിലൊന്ന് വെക്കണേ, എനിക്ക് കൈയും കാലും വരച്ചോണ്ടേ. ഓണാക്കിക്കോ, ഇതിൻ്റെ ഉള്ളിലിട്ട് വെക്ക്. ഇതൊക്കെ നമുക്കിപ്പോൾ ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് ജ്വൽസിൻ്റെ ഓർഡർ വന്നതാണ്. പിന്നെ കുറച്ച് ലൈറ്റേഴ്സിൻ്റെ ഓർഡർ ഉണ്ട്, പിന്നെ ലഞ്ച് ബോക്സ്, അങ്ങനെ ഒരുപാട് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ഡെയിലി അനീഷൊക്കെ ചെയ്ത് കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിന് ഒരുപാട് ഹൈപ്പ് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഞാൻ അതൊന്നും തുടർന്നുകൊണ്ട് പോകില്ല. ഞാൻ പറഞ്ഞില്ലേ, നോർമലായിട്ടുള്ളൊരു ഇത് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. സോ അതുകൊണ്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കാത്തത്. തൽക്കാലം ഒന്ന് പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നടന്നു പോകുന്നു എന്നുള്ളൂ. പിന്നെ എനിക്ക് ബിസിനസ് ഒരു പാഷനാണ്, ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. ചെറുതുന്നേ അത്താൻ്റെ അങ്ങനെ കണ്ടു വളർന്നതുകൊണ്ട് നമ്മൾ ഈ സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും ഔദാര്യം പറ്റാതെ ജീവിക്കണം, ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കരുത് എന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ വീടിൻ്റെ ലോണൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് സെയിൽ ഒക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.